ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഡേ ഉണ്ടല്ലോ, അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ കുറച്ചെന്തെങ്കിലും മോട്ടിവേഷനൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു എനർജി ആയിട്ട് അത്യാവശ്യം ഹോം മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ എനിക്ക് രാവിലെ ഭയങ്കര തിരക്കായിട്ട് ഫിസുനെ പറഞ്ഞേക്കാനൊന്നും ഇല്ല. ഓന് കുറച്ച് 9:30 ഒക്കെ ആകുമ്പോൾ പോയാൽ മതിയേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ മേക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് സ്ലോമോ ആയിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫിസു വന്ന് ഗസ്റ്റ് റൂമിലാണ് കിടന്നിട്ടുണ്ടായിനെ. അപ്പോൾ എനിക്കൊന്ന് അവൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് ഞാൻ അലക്കാനെടുത്തിട്ട് മാറ്റി വിരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഈ റൂമിലാട്ടോ കിടന്നത്. അപ്പോൾ ഇന്നലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ടയേർഡായി, ഞാൻ ഒന്നും ചെയ്യാതെ ഭയങ്കര ടയേർഡായിട്ട് വേഗം കിടക്കുക ചെയ്തത്. അതുകൊണ്ട് വീടൊക്കെ അത്യാവശ്യം മെസ്സാണ്. അപ്പം ഞാൻ മോൻ എണീറ്റ് വേണ്ടി തന്നെ അവൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ ഹോളൊക്കെ കണ്ടില്ലേ, ഇന്നലെ ഒന്നും ക്ലീൻ ആക്കാത്തതുകൊണ്ട് കുറച്ച് അലമ്പായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുകയാണ്. പിന്നെ നമ്മൾ ടി വിൻ്റെ ആ ഭാഗത്ത് കുറച്ച് വള്ളിയും വയറും കണ്ടോ, അതിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും കേട്ടോ. അത് ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈഫൈ സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ ഫിക്സ് ചെയ്യുന്ന പണിയുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് എല്ലാവരും എണീറ്റ് വരുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു ലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉന്മേഷമാവുമല്ലോ. പിന്നെ ഇങ്ങനെ ഉറക്കം തോന്നി ഫോണും തോണ്ടി അവിടെ ഇരിക്കണ്ട വിചാരിച്ചിട്ട് ഫുൾ വിൻഡോസ് ഒക്കെ ബ്ലൈൻഡ്സൊക്കെ പൊക്കി ഒന്ന് ലൈറ്റ് അകത്തോട്ട് കയറുന്ന രീതിയിലാക്കുകയാണ്. പിന്നെ ടേബിളിൻ്റെ മേലെയും അവിടെയൊക്കെ കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ഗസ്റ്റ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ടതാണ് ഫിസുവിൻ്റെ റൂമിലേക്കുള്ള സംഗതികളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വൈഫൈ സ്റ്റാൻഡ് പിന്നെ ഫിക്സ് ചെയ്തിട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രില്ലിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞ് ആ ഒരു ഏരിയയൊക്കെ നമ്മൾ ക്ലീനാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ. നല്ല രസമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആമസോൺ വാങ്ങിയൊരു പ്രോഡക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിസു ആ സമയം കൊണ്ട് റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ സിങ്കിൽ പാത്രങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും. അതെല്ലാം എടുത്തൊഴിച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഭയങ്കര ടയേർഡായിന്. അപ്പോൾ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് സിങ്കിലൊക്കെ ഇട്ട് ആ ഒരു ഏരിയ ക്ലീൻ ആക്കിയിട്ടാണ് ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശർക്കര ചോറാണ് കേട്ടോ. അപ്പോൾ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറേ സമയമൊക്കെ പോയില്ലേ. അപ്പോൾ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ശർക്കര ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് റെഡിയാക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ആക്കിയിട്ട് തുടങ്ങുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഭയങ്കര നനച്ചുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ ഒരു ടൈമാണല്ലോ. അപ്പം ഇവിടെ ഭയങ്കര മെസ്സൊന്നുമില്ല, കാണുമ്പോൾ അറിയാമല്ലോ. അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് ഒക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീടൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്ത സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു നനച്ചുളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ഏകദേശമൊക്കെ റെഡിയാണ്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ, ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. സാധാരണ ശർക്കര ചോറ് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് അതിലേക്ക് ശർക്കര ഇടലേന്. അപ്പോൾ ശർക്കരയിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടാവും എന്നുള്ള കമൻറ്റ് കണ്ടതിന് ശേഷം ഇപ്പം ഞാൻ ശർക്കര ഉരുക്കി മാത്രമേ ഒഴിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചു. അതൊരു പണിയും കൂടിയാണ്. എന്നാലും നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിലൊരു ബ്ലാക്ക് പൊടിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ പാടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഈസിയല്ലേ. ഫിസു കുളിച്ച് റെഡിയായി എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇക്ക തേങ്ങ റെഡിയാക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ശർക്കരയൊക്കെ മെൽറ്റാക്കിയിട്ട് നമ്മളെ ശർക്കര ചോറ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഗോതമ്പ് നുറുക്ക് കഴുകിയെടുക്കും. പിന്നെ അതിലേക്ക് ഏലക്ക 1-2 ഏലക്ക ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുക്കും. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ശർക്കര ഉരുക്കിയതിലുള്ള വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാനുണ്ടാവും. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അന്നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയി. ഞാൻ തേങ്ങ കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്നേരം തേങ്ങ കുറേ ഉണ്ടായിന്. ഇപ്പോൾ തേങ്ങക്ക് നല്ല ക്ഷാമമാണേ. ഇപ്പോൾ ഞാൻ വിചാരിക്കാം പകുതി ഇട്ടാൽ മതിയായിരുന്നു. കുറേ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കേണ്ടതാണ്. വെളിച്ചെണ്ണ ഒഴിക്കായിട്ടും
തേങ്ങ അത്രയും കൂടുതലിട്ടത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്നോ രണ്ടോ 2 വിസിലടിച്ചാൽ ഇത് റെഡിയാവും. അത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ചുകൂടി പാത്രങ്ങൾ എടുത്ത് വെക്കാനുണ്ടായി. അപ്പോൾ അതുകൂടി ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു വിസിലടിയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് കിച്ചണിൽ തന്നെ എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു വിസിൽ വരുന്ന 5 മിനിറ്റ് കൊണ്ട് ഞാൻ സിങ്കിൻ്റെ ഏരിയയും കൂടെ ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. കുറേ പാത്രമൊന്നുമില്ല, നമ്മൾ കുറച്ച് പാത്രങ്ങളില്ല. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ആ ഏരിയ ഒന്ന് വൈപ്പും ചെയ്തു. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. അപ്പോഴേക്ക് വിസിൽ വന്ന് 2 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ശർക്കര ചോറ്. ഇനി അത് ഫിസോന് കൊടുക്കട്ടെ, ഫിസോന് പോകാൻ വേണ്ടിയിട്ട് വൈകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളില്ലേ ഡെയിലി പിക്കപ്പ് ചെയ്യുമല്ലോ വീട്, അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും ചെറിയൊരു ഏരിയ ഡീപ്പ് ക്ലീനിങ്ങും ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ വിൻഡോൻ്റെ ഒരു കള്ളി ചെയ്യുക, അലമാരൻ്റെ ഏതെങ്കിലും ഒരു ഷെൽഫ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം എടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്താൽ നമ്മളങ്ങോട്ട് ടയേർഡ് ആവുകയില്ല, കുറേ പണിയെടുത്തു എന്നുള്ളൊരു ഫീലും ഉണ്ടാവില്ല. നമ്മളെ വീട് ലോങ് റണ്ണിൽ നമുക്ക് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിലേക്കൂടി എനിക്ക് ഇവിടെ അത്യാവശ്യം വലിയ അലമ്പില്ലാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മിനിമലിസ്റ്റാണ്. അപ്പോൾ നമ്മളൊരുപാട് കാര്യങ്ങളിങ്ങനെ നിറച്ച് വാരി വലിച്ചിടാതെ എല്ലാ കാര്യങ്ങൾ ഇങ്ങനെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല സുഖമാണ്. അപ്പോൾ നമ്മളൊരു മിനിമലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫുഡ് അടിയാണ്. നല്ല വിശക്കുന്നുണ്ട്. എന്തൊക്കെയോ പണിയൊക്കെ ചെയ്തല്ലോ. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ കഴിയുന്നതാണ്. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ശർക്കര ചോറ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാമറ കണ്ടപ്പോൾ വെറുതെ ഒന്ന് സ്റ്റൈലാക്കി കഴിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ടൊന്ന് മുറ്റത്ത് കുറച്ച് പണിക്കൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. മുറ്റത്ത് മീൻസ് നമ്മൾ കറിവേപ്പിനൊക്കെ കുറച്ച് മണ്ണിടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പണികൾ തുടങ്ങുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ 0 ബഡ്ജറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡിൽ 2 വാഴ നിന്ന സ്ഥലത്ത് 2 ഹോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വേസ്റ്റ് ഇടുന്നത്, ഈ 2 കുഴിയിലുമായിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, നല്ലൊരു യൂസ്ഫുള്ളാണ്. പുറത്തൊന്നും കച്ചറയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഈ ഭാഗമൊക്കെ നമ്മൾ ഇടയ്ക്ക് അടിച്ചു വാരി കത്തിച്ച് ക്ലീനാക്കി കൊണ്ട് നടക്കുന്നതാണ്. എന്നാലും നന്നായിട്ട് പ്ലാവുള്ളത് കൊണ്ട് അതിൻ്റെ ഇലകൾ അങ്ങനെ വീണ് കിടക്കും. നമ്മൾ കറിവേപ്പിൻ്റെ അടിയിൽ ആ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉഷാറാക്കി എടുക്കണം. അപ്പോഴേക്ക് നല്ല വെയിലായി തുടങ്ങി കേട്ടോ. ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ വരികയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ക്ലീനാക്കി കുറേയൊക്കെ വെയിൽ കൊള്ളുകയാണ്. സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് വെയിൽ കൊള്ളുന്നത്. വെയിൽ കൊള്ളുമ്പം സംഭവം നമ്മൾ കുറച്ച് ഡള്ളാവുകയാണെങ്കിലും ടയേർഡാവുകയൊക്കെ ചെയ്യുമെങ്കിലും വെയിലിൻ്റെ ഒരു എനർജി അതൊന്ന് വേറെ തന്നെയാണ്. ഭയങ്കര വെയിൽ എന്നല്ല, ആ വെയിലുള്ള സമയത്ത് തണലത്തുനിന്ന് പണിയെടുക്കുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ നമ്മളെ പ്ലാവിന്മേൽ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക നമ്മൾ തോരനൊക്കെ വെക്കൂലേ, അതിന് പറ്റിയ രീതിയിലുള്ള ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ചക്കയൊക്കെ കൊയ്ത് അത് ഇടിച്ചക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അടുത്ത ദിവസത്തേക്കുള്ളതാണ് കേട്ടോ, സാറ്റർഡേക്കുള്ളത്. ഇപ്പോൾ ഫ്രൈഡേയാണ്. ഇന്നിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പണികളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഫുഡ് റെഡിയാക്കണം. അപ്പോൾ ആ പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പറയുക മേസ്തിരി പണിയായിരുന്നു കേട്ടോ. അവിടെ നോക്കി നിന്നിട്ട് മെയിൻ പണിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ കുക്ക് ചെയ്ത പാടെ തന്നെ നമ്മളെ മിക്സി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മളെ മിക്സി ഒന്ന് വൈപ്പ് ചെയ്യാൻ 10 സെക്കൻഡല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അത് മറക്കാതെ വൈപ്പ് ചെയ്യണം. പിന്നെ ഇന്ന് വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞേരാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് വെക്കുന്നത്. ഫുഡ് എന്തായിരുന്നു എന്നറിയോ, നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ. അത് പിന്നെ എന്ത് പറയാനാൽ ഒരു കുക്കറിൽ ചിക്കൻ കറി, ഒരു കുക്കറിൽ നെയ്ച്ചോറും അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം സ്പെൻഡൊക്കെ ചെയ്ത് കടല കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നിലക്കടല, പീനട്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാമല്ലോ, രസമല്ലേ ചില്ല് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ കഴുകി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് കുഴച്ച് വെച്ച കടല അതിലേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ, എങ്ങനെയാണ് കടല വറുക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ മതി. എന്ത് സംഭവമാണെങ്കിലും യൂട്യൂബുള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പോപ്കോൺ വീട്ടിലുണ്ടാക്കി കഴിക്കാനും, അതുപോലെ കടലയൊക്കെ വീട്ടിൽ തന്നെ വറുത്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ചൂടോടൊക്കെ ഫ്രഷായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ചട്ടിയിലേക്ക് നടുകയാണെങ്കിൽ
പോട്ടിലേക്ക് നടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും, നനച്ചും കൊടുക്കുകയാണെങ്കിൽ. ഇപ്പം ചെടികൾക്ക് പറ്റിയ ഒരു ടൈമാണല്ലോ, നല്ല ഇതല്ലേ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതേനു. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് നമ്മളെ പോട്ടിൽ നട്ടത് നല്ലോണം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ റൂമിൽ കുറേ ദിവസമായിട്ട് വെള്ളം ഒഴിക്കാതെ അങ്ങനെ റൂമിലായിപ്പോയൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെയിലത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് അങ്ങ് ഉണ്ടായിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു പണിക്ക് പോയപ്പോഴേക്കും നമ്മളെ കടല അവിടെ നിന്ന് കരിഞ്ഞു പോയി, കുറച്ചെണ്ണമൊക്കെ കരിഞ്ഞു പോയി, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചു. നല്ല രസമുള്ള ലീഫാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കടല ഏകദേശം റെഡിയായി. ഒരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണെങ്കിൽ ഉപ്പ് പോയിട്ട് കടല മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഞാൻ പണ്ട് ഒരു ദിവസം ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കടല വറുത്തപ്പോൾ ഞാനിത് എന്ത് ചെയ്തറിയോ, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് ഉപ്പ് കൊടുക്കുക. അരിപ്പ ഉരുകിപ്പോയി, കടലയും വേസ്റ്റായിപ്പോയി. അത് ഞാൻ കടല വറുക്കുമ്പം ഓർത്ത് പോകാറുണ്ട്. അത് കണ്ടില്ലേ, നമ്മളെ മണി പ്ലാന്റും ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നല്ല വെയിലത്തായിട്ട് വെച്ചത്. നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം വെയിലുള്ളടുത്ത് വെച്ചുകൊണ്ട് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയോ, വൈകുന്നേരത്തേക്ക് കുറച്ച് റാഗി ഉണ്ടാക്കുകയാണ്. ഫിസോന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് മൂന്നാൾക്കും റാഗി അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുണുവാവകൾക്ക് കൊടുക്കുന്ന റാഗിയാണ് ഞങ്ങൾ മുതുക്കന്മാരും കഴിക്കുന്നത്. നല്ല ടേസ്റ്റല്ലേ, ശർക്കര ഉരുക്കുക ആദ്യം. റാഗിയും ഞാനിപ്പോൾ മാഗി എന്നാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് റാഗി തന്നെയല്ലേ. റാഗിയും തേങ്ങയും കൂടിയും അരിച്ചൊഴിച്ചു കൊടുത്തു. അതിലേക്ക് ശർക്കര ഉരുക്കി അതും അരിച്ച് ഒഴിച്ചു കൊടുത്തു. രണ്ടും കൂടി ചേർത്ത് കുറുക്കിയെടുക്കുകയാണേ. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. അങ്ങനെ നമ്മൾ കുറുക്കിയെടുത്ത് ഒരു പായസം പോലെ, ക്രേവിങ്സ് ഒക്കെ വരുമ്പം കഴിക്കാൻ പറ്റിയ സംഭവമാണ്. പായസം കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ കിച്ചൺ അവസാനമായിട്ട് ഒന്നുകൂടി ക്ലീനാക്കി നമ്മൾ കിച്ചൺ ടവലൊക്കെ നന്നായിട്ട് സോപ്പല്ല ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് കഴുകി ഉണങ്ങാൻ വേണ്ടി അവിടെ വിരിച്ചിട്ടതാണ്. ഇനി റിലാക്സ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് കുളി കഴിഞ്ഞതിന് ശേഷം സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായില്ല, പിന്നെ അവരൊക്കെ പണിയായിരുന്നില്ലേ, അലോവേര ജെല്ലൊക്കെ അപ്ലൈ ചെയ്തു. ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ, നമ്മളെ വല്യമ്മച്ചി മരിച്ച വീട്ടിലില്ലേ, അവിടെ മൗലൂദുണ്ട്. എല്ലാ ദിവസവും ഉണ്ടായാലും കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ്സിലുകൊണ്ട് പോകാൻ പറ്റില്ല, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ക്ലാസ്സില്ല. അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്നത് കേട്ടോ, നമ്മളെ ചട്ടിപ്പത്തിരി. അങ്ങനെ അതുണ്ടാക്കി അവിടെ ചെന്ന പാടെ പറയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒന്നുണ്ടാക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ. ഇതിപ്പോൾ വീഡിയോ എടുക്കാമെന്നല്ല, കൊളാവോ നന്നാവോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ റെഡിയാക്കി നമ്മളവിടെ പോയി. അങ്ങനെയാണ് ഇന്നത്തെ ഡേ കഴിഞ്ഞത് കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.